കനത്ത നാശം സൃഷ്ടിച്ച് കോതമംഗലത്ത് വേനൽ മഴയും കാറ്റും. താലൂക്കിലെ വിവിധയിടങ്ങളിൽ വീടുകൾക്കും കൃഷിയിടങ്ങൾക്കും നാശം സംഭവിച്ചു. മരങ്ങൾ വീണതുമൂലം തടസ്സപ്പെട്ട വൈദ്യുതി ബന്ധം മണിക്കൂറുകൾക്ക് ശേഷവും പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. ശക്തമായ കാറ്റാണ് താലൂക്കിന്റെ പല ഭാഗങ്ങളിലായി ചൊവ്വാഴ്ച വൈകിട്ടോടെ ആഞ്ഞടിച്ചത്. നാളിതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ ഭയാനകമായ രീതിയിലുള്ള കാറ്റാണ് പലയിടത്തും അനുഭവപ്പെട്ടത്. കോതമംഗലം തങ്കളം ബൈപ്പാസിൽ ശക്തമായ കാറ്റിനെ തുടർന്ന് വൻമരം കടപുഴകി കാറിന് മുകളിലേക്ക് വീണു. നിർത്തിയിട്ടിരുന്ന കാറിന് മുകളിലേക്കാണ് മരം കടപുഴകി വീണത്. കാറിനുള്ളിൽ യാത്രക്കാരില്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. സമീപത്ത് തന്നെ നിർത്തിയിട്ടിരുന്ന മറ്റൊരു വാഹനത്തിനും കേടുപാടുകൾ സംഭവിച്ചു. മണിക്കൂറുകളോളമാണ് ബൈപ്പാസിൽ ഗതാഗത തടസ്സം നേരിട്ടത്. വൈദ്യുതി ബന്ധവും തകരാറിലായി. കീരമ്പാറ ടൗണിൽ വീശിയടിച്ച ശക്തമായ കാറ്റിനെ തുടർന്ന് റോഡരികിൽ നിന്നിരുന്ന വർഷങ്ങൾ പഴക്കമുള്ള ഞാവൽ മരം കടപുഴകി വീണു. റോഡിന് കുറുകെ മരം വീണതുമൂലം തട്ടേക്കാട് ഭാഗത്തേക്കുള്ള വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. വൈദ്യുതി ലൈനുകളും തകർന്നു. അഗ്നിരക്ഷാസേന എത്തി മരങ്ങൾ വെട്ടി മാറ്റിയ ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. പുന്നേക്കാട് തട്ടേക്കാട് റോഡിൽ മാവിൻചുവടിന് സമീപം മരം കടപുഴകി വീണ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. ശക്തമായ കാറ്റ് വീശിയതിനെ തുടർന്നായിരുന്നു മരം കടപുഴകി വീണത്. സംഭവ സമയത്ത് ഇതുവഴി വാഹനങ്ങൾ യാത്ര ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും അപകടം ഒഴിവായി. വൈദ്യുതി ബന്ധവും തകരാറിലായി. നാട്ടുകാരുടെയും അഗ്നിരക്ഷാസേനയുടെയും പരിശ്രമത്തിനൊടുവിലാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. കുട്ടമ്പുഴ ടൗണിൽ ചുഴലിക്കാറ്റിന് സമാനമായ സാഹചര്യമാണ് ചൊവ്വാഴ്ച വൈകിട്ട് അനുഭവപ്പെട്ടത്. ടൗണിൽ നിരവധി സ്ഥാപനങ്ങളുടെ മേൽക്കൂരകൾ കാറ്റിൽ നശിച്ചു. പലയിടത്തും കൃഷിദേഹനങ്ങൾക്കും നാശമുണ്ടായി. വീടുകളുടെ മേൽക്കൂരകളും കാറ്റിൽ പറന്നുപോയി. കൂവപ്പാറയിൽ വിരിപ്പിൽ ബിനുവിന്റെ വീടിന്റെ മേൽക്കൂര നിർമ്മിച്ച ഷീറ്റുകളും മരം വീണ് തകർന്നു. 100 ഏക്കറിൽ വിൽസൺ പുത്തമ്പുരയ്ക്കലിന്റെ വീടിന്റെ മേൽക്കൂരയും കാറ്റിൽ തകർന്നു. കേടുപാടുകൾ സംഭവിച്ച വീടുകൾ പലതും വാസയോഗ്യമല്ലതായി മാറിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.